നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വര ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ തിരുവനന്തപുരം ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജയൻ സ്മൃതി 2021 എന്ന പ്രോഗ്രാമിലേക്ക് ജയൻ സ്മരണ എന്ന പ്രോഗ്രാം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവസാന വാക്കായിരുന്ന അനശ്വര നടൻ ജയന്റെ 41ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. വർഷം മുമ്പ് മരണപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴും ചരിത്രം പറയുമ്പോഴും ഇന്നും അദ്ദേഹത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയങ്ങളാണ് ഈ നാട്ടിലുടനീളം. കേരളത്തിൽ മാത്രമല്ല, മലയാള സിനിമയെ സ്നേഹിക്കുന്ന, മലയാള സിനിമയെക്കുറിച്ച് അറിയാവുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയമിടിപ്പിന് താളഭംഗങ്ങളും ശ്രുതിലയങ്ങളും കൊടുക്കുന്ന ഒരു നാമധേയമാണ് ജയൻ എന്ന് പറയുന്ന ഒരു ഇതിഹാസ താരം. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. കാരണം ജയനെക്കുറിച്ചുള്ള എന്ത് തന്നെയായാലും അത് കേൾക്കാൻ, അത് ശ്രവിക്കാൻ, അതെന്താണെന്ന് കൂടുതൽ അറിയാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയവുമായിട്ടാണ് കേരളീയർ, മലയാളികൾ എന്നും എവിടെയും നിലകൊള്ളുന്നത്. ഏതൊരു വ്യക്തിയുടെയും ദൈവാനുഗ്രഹം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ചൈതന്യം എന്ന് പറയാം. നാം ചെയ്യുന്ന തൊഴിലിൽ വ്യാപൃതനായിരിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടു പോകുക എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മത്തിൻ്റെ അങ്ങേയറ്റമാണ്. നമ്മുടെ ജയൻ അവിടെയും ഒരു ഉദാഹരണമാകുന്നു. സിനിമയെ നന്നാക്കണം, ഓരോ സീനും നന്നാവണം. എന്നെ കാണാൻ വേണ്ടി തിരയരങ്ങുകളിൽ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും സന്തോഷവും ഉത്സാഹവും ഓരോ സീനിലും ഞാൻ കൊടുക്കണം. അതെൻ്റെ സംഭാഷണത്തിലും എൻ്റെ നോട്ടത്തിലും എൻ്റെ ഭാവത്തിലും ഉൾപ്പെടുത്തിക്കൊണ്ട് സാഹസികതയുടെ അങ്ങേയറ്റം ഉത്തുംഗ ശൃംഗങ്ങളിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളെ ത്രസിപ്പിച്ച നിമിഷങ്ങൾ ഇന്നും എൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹസികതയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ, നിലം തൊടാതെ നിൽക്കുമ്പോൾ, അങ്ങനെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്കെല്ലാവർക്കും മരണം ഭൂമിയിലാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് അത് സംഭവിച്ചത് ഏകദേശം അന്തരീക്ഷത്തിൽ വെച്ചാണ്, വായുവിൽ വെച്ചാണ്. കാരണം അതായത് ഓരോ വ്യക്തികളെയും ദൈവം അറിഞ്ഞ് അനുഗ്രഹിക്കുക എന്ന് പറയും. സ്വന്തം തൊഴിലിൽ വ്യാപൃതനായിരിക്കുമ്പോൾ അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. അതാണ് നൈമിഷികമായ മരണം. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ഒരു രീതിയിലും അലട്ടാതെ, ഒരു സെക്കൻഡിൽ തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന നിമിഷത്തിൽ മരണപ്പെട്ട ആ വ്യക്തിത്വം അതിനു മുമ്പായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ വന്ന് നമ്മളെ എല്ലാവരെയും ഒരു വില്ലൻ പരിവേഷത്തിൽ വളരെ വളരെ പുച്ഛമായ ഇതെന്താ ഇങ്ങനൊരു വില്ലൻ എന്ന് പറയിപ്പിച്ച് മെല്ലെ മെല്ലെ സിനിമയുടെ കളർ മാറിയപ്പോൾ താൻ ചെയ്യുന്ന താരപരിവേഷത്തിൻ്റെ കളറും മാറ്റിക്കൊണ്ട് ഒരു സത്യൻ, നസീർ, മധുസാർ എന്ന് പറയുന്നവരൊക്കെ നല്ല രീതിയിൽ താരങ്ങളായി നിലകൊള്ളുന്ന, സൂപ്പർ സ്റ്റാറുകളായി നിലകൊള്ളുന്ന അവസരത്തിൽ വന്ന് വില്ലനായി വന്ന് നായകനായി മാറി സൂപ്പർ സ്റ്റാർ പദവിയിൽ കയറിയിരുന്ന ആ പദവി, ആ സൂപ്പർ സ്റ്റാർ പദവി
ഇന്ന് ഇതുവരെയും ഈ മറ്റൊരാളാൽ മറ്റൊരു വ്യക്തിയാൽ അവിടെ കയറിയിരിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് മരണപ്പെട്ട് 41 വർഷം കഴിഞ്ഞിട്ടും ഇന്നുള്ള ഈ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. സോ ആ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇന്നിവിടെ അലയടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെല്ലാവരെയും പുളകിതരാക്കുന്നു, സന്തോഷവാന്മാരാക്കുന്നു. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല എന്ന് നമ്മൾക്കൊരു തോന്നൽ മാത്രമാണ്. സത്യത്തിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഓരോ ഹൃദയത്തുടിപ്പിലും അദ്ദേഹമുണ്ട്. ജയൻ സ്മൃതി 2021. അദ്ദേഹത്തിൻ്റെ ലളിതമായ എഴുത്തിലൂടെയും സംസാര ശൈലിയുടെയും വളരെ ഒരു ഗുരുവിനെ പോലെ എല്ലാവരെയും ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ചില ശ്രമങ്ങളുണ്ട്. അത് വെബിനാറായാലും സെമിനാറായാലും ക്ലാസ് റൂം ആയാലും ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഒരു ഗുരു, യഥാർത്ഥ ഗുരു എങ്ങനെ ഇരിക്കണമോ എന്നതിന് ഉദാഹരണമായി കൊണ്ട് വിളങ്ങുന്ന ഞങ്ങളുടെ ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ചെയർമാൻ കൂടെ ആയ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തും എവിടെയും പ്രവർത്തിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന രീതിയിൽ മുഴുനീള സമയം വ്യാപൃതനാണ്. ഇപ്പോഴൊരു മന്ത്രിയായ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങളില്ല. കാരണം അദ്ദേഹം നേരത്തെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തെ ആ പദവിയിലേക്ക് ഇരുത്തിയിരിക്കുന്നത്. വളരെ കർമ്മനിരതനായി ഓടി ഓടി എല്ലാവരോടും പുഞ്ചിരിയോടുകൂടി എന്ത് പ്രശ്നത്തിനും എന്നെ വന്ന് കാണാമെന്നുള്ള തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ശ്രീ JR അനിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാ സാംസ്കാരിക വേദിയുടെ ഏതൊരു വേദിയിലും എപ്പോഴും സന്നിഹിതനാണ്, ഞങ്ങളുടെ കൂടെ എന്നുമുണ്ട്, നല്ല നല്ല ഉപദേശങ്ങൾ തരുന്നു. അദ്ദേഹം മുൻ MP, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണ ശൈലി, മിതമായ വളരെ സൗമ്യമായ ഒരു സംഭാഷണ ശൈലി, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പറയുന്ന കണ്ടന്റാണ് കാര്യം, അല്ലാതെ പറയുന്നത് ആക്രോശിച്ച് പറഞ്ഞത് കൊണ്ടോ ബഹളം വെച്ചത് കൊണ്ടോ കാര്യമില്ല. പറയുന്നത് വ്യക്തമായിട്ട് പറയുക, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുക. ആ രീതിയിൽ വളരെ കർമ്മനിരതനായിട്ട് ഇന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശ്രീ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, ചില തുറന്ന മനസ്സോടുള്ള ചർച്ചകൾക്കെല്ലാം അദ്ദേഹം നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ചില വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്തുള്ള, അതായത് നമ്മളെല്ലാവരും അതൊന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ടെൻഷൻസിനും മാറി മനസ്സൊന്ന് ഫ്രഷായി, അങ്ങനെ നമ്മളെല്ലാവരെയും ഓരോ ദിവസവും നല്ല നല്ല ഉപദേശങ്ങളിലൂടെ, നല്ല നല്ല സംഭാഷണങ്ങളിലൂടെ ഒരു സ്വാമിജിയായി നമ്മുടെ ഇടയിൽ നിലകൊള്ളുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് ഇന്നിവിടെ ഈ എവർഷൈൻ ഹീറോ ജയൻ അവാർഡ് വാങ്ങിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ ഇന്ദ്രൻസ് സാർ. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ജീവൻ ജന്മം നൽകുന്ന അച്ഛനും അമ്മയും നമുക്ക് തരുന്ന രൂപം, ഭാവം, ശബ്ദം എല്ലാം പോരാ എന്ന് പറയുന്ന ആളുകൾക്ക് അദ്ദേഹം നല്ലൊരു പ്രചോദനമാണ്. കാരണം നമ്മളുടെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നുമല്ല, നമ്മളുടെ ചെയ്തികളിലും നമ്മൾ എവിടെ എങ്ങനെ വർത്തിക്കുന്നു എന്നതിലുമാണ് കാര്യം എന്ന് പറഞ്ഞ് ഒരു തയ്യൽക്കാരിൽ നിന്നും ആരംഭിച്ച് സിനിമയുടെ ഒരു മഹാനടന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിഹരിക്കുന്ന, ഇന്റർനാഷണൽ ലെവലിലുള്ള അവാർഡുകൾ മേടിച്ച് റെഡ് കാർപ്പറ്റിൽ വരെ പോയി ഇന്ത്യയെ, മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത അദ്ദേഹമാണ് ഇന്നിവിടുത്തെ എവർഷൈൻ ഹീറോ അവാർഡ് ജേതാവ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ TS സുരേഷ് ബാബു സർ. നമ്മുടെ സിനിമാ ജീവിതത്തിൽ ജയനുമായി വളരെ അടുത്ത് ഇടപഴകിയ, സംവിധാന മേഖലയിൽ അദ്ദേഹം നിലനിന്ന കാലത്ത് ജയനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ജയനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ വളരെ വികാരാധീനായിട്ട് സംസാരിക്കും. കാരണം അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളുടെ സംഘടനയ്ക്കൊരു നല്ലൊരു മുതൽക്കൂട്ടാണ്. ജയനെക്കുറിച്ചും ജയൻ്റെ കാര്യങ്ങളും സംസാരിക്കാൻ അറിയുന്ന വ്യക്തികൾ, ജയൻ്റെ കൂടെ, ജയൻ്റെ കാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവർ നമ്മുടെ കൂടെ നമുക്ക് എപ്പോഴും ഒരു ബലമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.